ശ്രദ്ധിക്കുക, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഡയോഡ് കഴിഞ്ഞു അല്ലേ. പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പും എൻ ടൈപ്പും ചേർന്നാൽ ഒരു ഡയോഡായി. ഡയോഡുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ്, റിവേഴ്സ്, റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കാം, സെനർ ഡയോഡായിട്ട് ഉപയോഗിക്കാം, പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ്, LED, ഫോട്ടോ ഡയോഡ്, സോളാർ സെൽ. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ. ഇത് നമ്മൾ സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇലക്ട്രോണിക് എക്യുപ്മെൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെയിൻ പാർട്ടാണ് ട്രാൻസിസ്റ്റർ അല്ലേ. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്താണെന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് 2 PN ജംഗ്ഷൻ ഡയോഡാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്താണ്? കോമ്പിനേഷൻ ഓഫ് 2 PN ജംഗ്ഷൻ ഡയോഡാണ്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് 2 PN ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസിസ്റ്റർ എന്ന് പറയാം. കോമ്പിനേഷൻ ഓഫ് 2 PN ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ ട്രാൻസിസ്റ്റർ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു സാൻഡ്വിച്ച് പോലെയാണ്. നമ്മുടെ സാൻഡ്വിച്ച് ഇല്ല, എന്താണ് സാൻഡ്വിച്ച്? അവിടെ മുകളിൽ ഇപ്പോൾ ബണ്ണാണെങ്കിൽ മുകളിൽ, ബ്രെഡൊക്കെ ആണെങ്കിൽ മുകളിലും താഴെയും ബ്രെഡ്, അതിൻ്റെ മിഡിലല്ലേ നമ്മളാ എന്താ സാൻഡ്വിച്ചിൻ്റെ സംഭവം ഉണ്ടാവുക അല്ലേ. മുകളിലും താഴെയും ബണ്ണാണെങ്കിൽ അതിൻ്റെ മിഡിലാണ് വേറെ ഐറ്റംസ് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ മുകളിലത്തത് P, താഴത്തത് P ആണെങ്കിൽ മിഡിൽ എന്നാന്ന് വിചാരിച്ചാൽ മതി. അല്ല, മുകളിലത്തെ 2 ബണ്ണ് N ആണെങ്കിൽ മിഡിൽ ആരാണ്? P. അതിനെയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? P ടൈപ്പ് സാൻഡ്വിച്ച് എന്ന് പറയാം. A P type sandwich between 2 N type. അപ്പോൾ നമുക്കൊരു ട്രാൻസിസ്റ്റർ കിട്ടും. എന്താണ്? A P type is sandwiched between 2 N type. അവിടെ 2 N ടൈപ്പിൻ്റെ ഉള്ളിൽ ഒരു P ടൈപ്പ് വെച്ചാൽ അതെന്താണ്? NPN ട്രാൻസിസ്റ്റർ ആയിരിക്കും. ക്ലിയർ? കാരണം A P type is sandwiched between N type. 2 N-ൻ്റെ ഇടയ്ക്ക് ഒരു P വെച്ചാൽ മതി, സാൻഡ്വിച്ച് ചെയ്യാന്ന് പറയും. ഓക്കെ, അപ്പോൾ 2 N-ൻ്റെ ഇടയ്ക്ക് ഒരു P വന്നാൽ NPN ട്രാൻസിസ്റ്റർ ആണ്. അല്ലെങ്കിൽ വേറെ എന്താണ് പോസിബിലിറ്റി ഉള്ളത്? N type സെമി കണ്ടക്ടർ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 P ടൈപ്പ് ആയാലും മതി അല്ലേ. അപ്പോൾ അതെന്താണ്? PNP ട്രാൻസിസ്റ്റർ. അപ്പോൾ 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് 2 PN ജംഗ്ഷൻ ഡയോഡാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2 പോസിബിലിറ്റി ഉള്ളത്. A P ടൈപ്പ് സെമി കണ്ടക്ടർ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 N ടൈപ്പ്. 2 N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ഇടയ്ക്ക് ഒരു P ടൈപ്പ് വയ്ക്കുക, അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആവും. അതെന്താവും? NPN ട്രാൻസിസ്റ്റർ. ഒരു P 2 N-ൻ്റെ ഇടയ്ക്ക്, അതാണ് NPN ട്രാൻസിസ്റ്റർ അല്ലേ. അതേപോലെ തന്നെ അടുത്ത എന്താണ് സംഭവം? ഒരു N ടൈപ്പ് എന്ത് ചെയ്യുക? സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 P ടൈപ്പ്, സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 P ടൈപ്സ്. അപ്പോൾ അത് PNP ട്രാൻസിസ്റ്ററും വരും അല്ലേ. ജസ്റ്റ് നമ്മൾ കഴിക്കുന്ന സാൻഡ്വിച്ച് പോലെ തന്നെ, മുകളിലും താഴെ സെയിം അല്ലേ, മിഡിൽ ഡിഫറെൻ്റ് അല്ലേ, അതേപോലെ. അപ്പോൾ അത് PNP ട്രാൻസിസ്റ്ററും വരാം, NPN ട്രാൻസിസ്റ്ററും വരാം. ക്ലിയർ ആണോ? അപ്പോൾ അതുകൊണ്ടാണ് കോമ്പിനേഷൻ ഓഫ് 2 PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഈ ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് ഉള്ളത്. ട്രാൻസിസ്റ്റർ ഹാസ് 3 ടെർമിനൽസ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിന് എത്ര ടെർമിനൽസ് ഉള്ളത്? 3 ടെർമിനൽസേ ഉള്ളൂ. ആ 3 ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് 1 എമിറ്റർ എന്ന് പറയും. എമിറ്റർ E. അതേപോലെ തന്നെ എമിറ്റർ ഉണ്ട്. അതേപോലെ തന്നെ അടുത്തത് രണ്ടാമത്തെ ആളാണ് ബേസ്. മൂന്നാമത്തെ ആളാണ് കളക്ടർ. ശ്രദ്ധിക്കുക, ബേസ് B, കളക്ടർ C. അപ്പോൾ സാധാരണ ഒരു ട്രാൻസിസ്റ്ററിനാകെ 3 ടെർമിനൽസേ ഉള്ളൂ. ഒന്ന് എമിറ്റർ ആണ് E, അതേപോലെ തന്നെ അടുത്തത് ബേസ്, അടുത്തത് കളക്ടർ. ഓക്കെ, ഈ എമിറ്റർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് പാർട്ട് ഓഫ് ട്രാൻസിസ്റ്റർ എന്ന് പറയും. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലെഫ്റ്റ് മോസ്റ്റ്. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ലെഫ്റ്റ് മോസ്റ്റ് പാർട്ടാണ്. ലെഫ്റ്റ് മോസ്റ്റ് പാർട്ട് ഓഫ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ലെഫ്റ്റ് മോസ്റ്റ് പാർട്ടിനെ നമ്മൾ എന്തെന്ന് പറയാ? എമിറ്റർ എന്ന് പറയാം. ഇയാൾ ഹൈലി ഡോപ്ഡ് ആയിരിക്കും. ഇയാൾ എന്തായിരിക്കും? ഹൈലി ഡോപ്ഡ്. കാരണം ഇതൊക്കെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തല്ലേ. അപ്പോൾ ഹൈലി ഡോപ്ഡ്
ഹൈലി ഡോപ്ഡ് അതേപോലെ തന്നെ മോഡറേറ്റ് സൈസ് ആയിരിക്കും. മോഡറേറ്റ് സൈസ്, ഹൈലി ഡോപ്ഡ്, മോഡറേറ്റ് സൈസ്. അപ്പോൾ എമിറ്റർ എന്ന് പറഞ്ഞ സംഭവം നന്നായിട്ട് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും, പക്ഷെ സൈസ് മോഡറേറ്റ് ആയിരിക്കും. ഇയാളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ എമിറ്റ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. എമിറ്റ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. നമുക്കറിയാം മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് വെച്ചാണ് നമ്മൾ ഈ കറണ്ട് കൗണ്ട് ചെയ്യുക ഫോർവേഡ്. അപ്പോൾ ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് എമിറ്റർ. എമിറ്റർ എപ്പോഴും ആരാണ്? ലെഫ്റ്റ് മോസ്റ്റ് പാർട്ട് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്. രണ്ടാമത്തെ പോയിന്റ് ഹൈലി ഡോപ്ഡ് മോഡറേറ്റ് സൈസ്. മൂന്നാമത്തത് എമിറ്റ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. എമിറ്ററിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്താണ് ആര്? ബേസ്. രണ്ടാമത്തെ ടെർമിലാണ് ബേസ്. അത് മിഡിൽ പോർഷൻ ഓഫ് ട്രാൻസിസ്റ്റർ ആണ്. മിഡിൽ പാർട്ട് ഓഫ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന്റെ മിഡിൽ പാർട്ടിനെ നമ്മൾ എന്തെന്ന് പറയാ? ബേസ്. മിഡിലിൽ വരുന്ന പാർട്ടാണ് ബേസ്. ഇയാള് ലൈറ്റ്ലി ഡോപ്ഡ് തിൻ സൈസ് ആണ്. ഇയാള് ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് തിൻ സൈസ്. ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും ഡോപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ തിൻ സൈസുമാണ്. ഓക്കെ, അതാണ് ബേസ്. മൂന്നാമത്താണ് ആര്? കളക്ടർ. കളക്ടർ എന്ന റൈറ്റ് മോസ്റ്റ് പാർട്ടാണ്. ഇത് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് എമിറ്റർ, മിഡിൽ ബേസ് വന്നു, പിന്നെ റൈറ്റ് മോസ്റ്റ്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് പാർട്ട് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്. റൈറ്റ് മോസ്റ്റ് പാർട്ട് ഓഫ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന്റെ റൈറ്റ് മോസ്റ്റ് പാർട്ടാണ് ആര്? എമിറ്റർ. ഇയാള് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. മോഡറേറ്റ്ലി ഡോപ്ഡ്, പക്ഷെ ലാർജ് സൈസ് ആണ്. മോഡറേറ്റ്ലി ഡോപ്ഡ് അതേപോലെ തന്നെ ലാർജ് സൈസ് അല്ലെ. ഇയാളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ എമിറ്റർ എമിറ്റ് ചെയ്ത മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യലാണ്. അപ്പോൾ എമിറ്റർ എന്ത് ചെയ്യും? മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്ത മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? കളക്ടർ. കളക്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എമിറ്റഡ് ബൈ എമിറ്റർ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. കളക്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എമിറ്റഡ് ബൈ എമിറ്റർ. അപ്പോൾ എമിറ്റർ എമിറ്റ് ചെയ്ത മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യലാണ് ആരുടെ ഡ്യൂട്ടി? കളക്ടറിന്റെ ഡ്യൂട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ട്രാൻസിസ്റ്ററിന് ആകെ 3 ടെർമിനൽസ് ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ആദ്യം ഞാൻ ട്രാൻസിസ്റ്റർ പറഞ്ഞത് NPN ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. NPN ട്രാൻസിസ്റ്റർ. അപ്പോൾ നമുക്കറിയാം NPN ട്രാൻസിസ്റ്റർ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് വരയ്ക്കാറ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 3 ഭാഗമുണ്ട്, പക്ഷെ എല്ലാവരുടെ സൈസും ഡിഫറെൻ്റ് ആണ്. ആരാണ്? ലെഫ്റ്റ് ഹൈലി ടോപ്ഡ് മോഡറേറ്റ് സൈസാണ്. അപ്പോൾ ഇയാളായിരിക്കും ഏറ്റവും സൈസ് കൂടുതൽ. ഇയാൾ വളരെ തിന്നായിരിക്കും. ക്ലിയർ? അപ്പോൾ അവിടെ സാധാരണ എന്താ വരാറ്? ഇപ്പം NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 3 ടെർമിനൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് NPN ട്രാൻസിസ്റ്റർ. ഇവിടെ N ടൈപ്പ് സെമി കണ്ടക്ടർ, ഇവിടെ N ടൈപ്പ് സെമി കണ്ടക്ടർ, മിഡിൽ P, അതാണ് NPN. പക്ഷെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് എമിറ്റർ ആണ് അല്ലെ. എമിറ്റർ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് സൈസ്, ഹെവിലി ഡോപ്ഡ്. ബേസ്, ഇതാണ് ബേസ്. 3 ടെർമിനൽസ് ഉള്ള ബേസ്, വളരെ തിൻ ലൈറ്റ്ലി ഡോപ്ഡ്. ഇതാണ് കളക്ടർ. കളക്ടർ സൈസ് വളരെ കൂടുതലായിരിക്കും, പക്ഷേ മോഡറേറ്റ്ലി ഡോപ്ഡ്. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ ഇതാണ് NPN ട്രാൻസിസ്റ്റർ. ഇത് N, ഇത് P, ഇത് N. പക്ഷെ 3 സൈസും ഡിഫറെൻ്റ് ആണ്. ഇയാൾ മോഡറേറ്റ് സൈസ്, ഇയാൾ തിൻ, ഇത് ലാർജ് സൈസ്. ക്ലിയർ? അപ്പോൾ ഇത് എമിറ്റർ. ഈ ടെർമിനൽ എമിറ്റർ. ഇതാണ് ലെഫ്റ്റ് മോസ്റ്റ് പാർട്ട്, ഇത് മിഡിൽ, ഇത് റൈറ്റ് മോസ്റ്റ്. ക്ലിയർ? അപ്പോൾ എമിറ്റർ, ബേസ്, കളക്ടർ. നമ്മൾ സാധാരണ ഇയാളെ സിമ്പിളായിട്ട് വരയ്ക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയാണ്. സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കാറില്ല. നമ്മൾ PN ജംഗ്ഷന് സിമ്പൽ വരച്ചില്ലേ, അതേപോലെ ഇയാളെ സിമ്പൽ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കാണിക്കാറ്. ഓക്കെ, നമ്മൾ സാധാരണ സിമ്പൽ ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ ഇത് ബേസ് ആക്കിയിട്ട് എടുക്കും. ഇതാരാണ്? ട്രാൻസിസ്റ്റർ സിമ്പൽ നമ്മൾ സാധാരണ ഇതാണ് സിമ്പൽ. ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ.
നമ്മൾ സാധാരണ സിമ്പൽ ഇങ്ങനെയാണ് കാണിക്കാറ്. ഓക്കെ, അപ്പോൾ ഏത് ട്രാൻസിസ്റ്റർ ആണ്? NPN ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ സാധാരണ ഇത് നമ്മുടെ ബേസ് ഇതാണ് നമ്മൾ കളക്ടർ എടുത്തു, ഇതേ മീറ്റർ എടുത്തു. ഇങ്ങനെയാണ് സാധാരണ സിമ്പിളായിട്ട് വരുമ്പോൾ. ഓക്കെ, നമ്മൾ സാധാരണ ഒരു നോർമൽ ചിത്രം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിലൊക്കെ ഇങ്ങനെയല്ല കണക്ട് ചെയ്യാറ്, ഇത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യാറ്. കാരണം ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ. അപ്പോൾ ഇത് മിഡിൽ ബേസ്, ഇത് കളക്ടർ, ഇത് എമിറ്റർ. ഇത് ഏത് ട്രാൻസിസ്റ്റർ ആണ്? NPN ട്രാൻസിസ്റ്റർ. ഇനി നമ്മൾ കറണ്ട് ഡയറക്ഷൻ കാണിക്കണം. കറണ്ട് ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയാണ് ആരോ മാർക്ക്. ഈ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കറണ്ട് നമ്മൾ സാധാരണ ഇവിടുന്ന് എങ്ങോട്ടേക്കാണ്? P എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, N എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അപ്പോൾ ഐൻ്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ്. അല്ല, ഐൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്. അതുകൊണ്ടാണ് P to N കാണിക്കുന്നത്. അതുകൊണ്ടാണ് P to N. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് NPN ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ. ഇതാണ് നമ്മൾ സാധാരണ ചിത്രം കാണിക്കുക സൈസ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇത് ബേസ്, ഇത് കളക്ടർ, ഇത് എമിറ്റർ. ഇത് NPN ആയതുകൊണ്ട് NPN അല്ലേ? NPN അല്ലേ? ഇതല്ലേ P, ബേസ് ആണ് P, മറ്റേത് രണ്ടും N. അപ്പോൾ NPN. പിന്നെ കറണ്ട് ഡയറക്ഷൻ കാണിക്കുക. അതിനാണ് ആരോ മാർക്ക്. ആരോ മാർക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. കറണ്ട് ഡയറക്ഷൻ ഏത് ട്രാൻസിസ്റ്റർ ആണെങ്കിലും നമ്മൾ സാധാരണ കറണ്ട് ഡയറക്ഷൻ എവിടുന്നാണ് കാണിക്കുക? പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ടെർമിലേക്കല്ല കാണിക്കുക. അപ്പോൾ P to N ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ, ആരോ മാർക്ക്. ക്ലിയർ ആണോ? അപ്പോൾ അത് ഏത് ട്രാൻസിസ്റ്റർ ആയിട്ടുള്ളൂ? NPN. അതേപോലെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വരയ്ക്കുക? PNP ട്രാൻസിസ്റ്റർ വരയ്ക്കാം. അപ്പോൾ NPN ട്രാൻസിസ്റ്റർ ഇനി അടുത്താണ് ആര്? PNP ട്രാൻസിസ്റ്റർ. PNP ട്രാൻസിസ്റ്റർ. ഇതും ഇതേപോലെ തന്നെ സൈസുകളൊക്കെ ഒരേപോലെ തന്നെ, പേരുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ? പേരുകൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ സൈസ് വളരെ കൂടുതലാണ്. ക്ലിയർ? 3 ടെർമിനൽസ്. ഇതാണ് PNP അല്ല? PNP ട്രാൻസിസ്റ്റർ അല്ലെ? ലെഫ്റ്റ് മോസ്റ്റ് പാർട്ട് അല്ലെ? ലെഫ്റ്റ് മോസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ എമിറ്റർ. മിഡിൽ എന്ന് പറഞ്ഞാൽ ബേസ്. റൈറ്റ് മോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കളക്ടർ. പക്ഷെ NPN ആണ് മാത്രം. നോക്ക്, എമിറ്റർ ഹൈലി ഡോപ്ഡ് മോഡറേറ്റ് സൈസ്, ബേസ് തിൻ സൈസ് ലൈറ്റ്ലി ഡോപ്ഡ്, കളക്ടർ ലാർജ് സൈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. ക്ലിയർ? അപ്പോൾ ഇതാണ് PNP ട്രാൻസിസ്റ്റർ. പക്ഷേ ഇയാളെ സിമ്പൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇയാളെ സിമ്പൽ നമ്മൾ എങ്ങനെ നോക്കുക? മീൻസ് അടുത്തത് സിമ്പൽ അത് വരച്ച അതേപോലെ തന്നെ അല്ലേ? സിമ്പൽ കാണിക്കുമ്പോൾ നമ്മൾ സാധാരണ വരച്ച പോലെ തന്നെ, നേരത്തെ വരച്ച പോലെ തന്നെ ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ നമ്മൾ സാധാരണ ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ കാണിക്കുക. സിമ്പൽ കാണിക്കുമ്പോൾ ഇത് ബേസ്, മിഡിൽ ബേസ്, ഇത് കളക്ടർ, ഇത് എമിറ്റർ. അതാണ് നമ്മൾ സാധാരണ സിമ്പൽ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇത് മിഡിൽ ബേസ്, ഇത് കളക്ടർ, ഇത് എമിറ്റർ. ഓക്കെ, ഇത് ഏത് ട്രാൻസിസ്റ്റർ ആണ്? PNP. അപ്പോൾ അത് PNP. കാരണം PNP ട്രാൻസിസ്റ്റർ അല്ലേ? കളക്ടർ P, എമിറ്റർ P, മിഡിൽ ബേസ് N. അപ്പോൾ PNP ട്രാൻസിസ്റ്റർ. ക്ലിയർ ആണോ? PNP ട്രാൻസിസ്റ്റർ, PNP. ഇനിയുള്ള ഡയറക്ഷൻ നോക്കണം. കറണ്ട് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ്. അപ്പോൾ ആരോ മാർക്ക് ശ്രദ്ധിക്കണം. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഇങ്ങോട്ടാണ് ആരോ മാർക്ക് ചെയ്യുക. I ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഏത് ട്രാൻസിസ്റ്റർ ആണെങ്കിലും കറണ്ട് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് നോക്കുക? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ P to N അല്ലേ? കാരണം P ആണ് പോസിറ്റീവ്, N നെഗറ്റീവ് ആണ് അല്ലേ? ഹോൾസ് മെജോറിറ്റി ആകുമ്പോൾ പോസിറ്റീവ്, N എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് അല്ലേ? ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ P to N അതാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് സാധാരണ ട്രാൻസിസ്റ്റർ. ക്ലിയർ? അപ്പോൾ PNP ട്രാൻസിസ്റ്റർ അതേപോലെ തന്നെ NPN ട്രാൻസിസ്റ്റർ. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ വൈഡ്ലി യൂസ് ചെയ്യുന്ന NPN ട്രാൻസിസ്റ്റർ ആണ്. വൈഡ്ലി യൂസിങ് NPN ട്രാൻസിസ്റ്റർ അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ നമ്മളതിൽ 2 ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? PNP ട്രാൻസിസ്റ്ററും ഉണ്ട്, NPN ട്രാൻസിസ്റ്ററും ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് ട്രാൻസിസ്റ്ററാണ്? NPN ട്രാൻസിസ്റ്ററാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രോണിന് മൊബിലിറ്റി കൂടുതലാണ്. കാരണം NPN എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ആണ് മെജോറിറ്റി ആയിട്ട് വരിക. PNP ആകുമ്പോൾ ഹോളാണ്.
നമുക്കറിയാം ഹോളും ഇലക്ട്രോണും ആർക്കാണ് മൊബിലിറ്റി കൂടുതൽ? മൊബിലിറ്റി എന്നാൽ മൂവ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ ആർക്കാണ്? ഇലക്ട്രോൺസ്. കാരണം എന്താണ്? ബിക്കോസ് ഇലക്ട്രോൺ ഹാസ് മോർ മൊബിലിറ്റി ദാൻ ഹോൾ. അപ്പോൾ ഹോളിനെക്കാട്ടിയും ഇലക്ട്രോണിനാണ് മൊബിലിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ NPN ട്രാൻസിസ്റ്റർ, നമുക്ക് PNP ഉപയോഗിക്കാം, പക്ഷെ നമ്മൾ സാധാരണ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലൊക്കെ ഉപയോഗിക്കാറ് ഏതാണ്? NPN ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിക്കുക. കാരണം അവിടെ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, അവർക്ക് മൂവ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്, മൊബിലിറ്റി കൂടുതലാണ് ഹോളിനെക്കാട്ടിയും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇയാൾക്ക് എന്താണ്? ആകെ only 3 ടെർമിനൽസേ ഉള്ളൂ അല്ലേ? ട്രാൻസിസ്റ്റർ ഹാസ് 3 ടെർമിനൽസ് ഓൺലി. എടാ 3 ടെർമിനലുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ടെർമിനൽ കോമൺ ആക്കി എടുക്കണം. കാരണം നമുക്കറിയാം എപ്പോഴും ഇൻപുട്ടും വേണം ഔട്ട്പുട്ടും വേണ്ടേ? എടാ നമ്മൾ സാധാരണ ഇൻപുട്ടും വേണം ഔട്ട്പുട്ടും വേണം, ശരിയല്ലേ? ഇൻപുട്ടും വേണം ഔട്ട്പുട്ടും വേണം. അപ്പോൾ ഇൻപുട്ടിലേക്ക് നമുക്ക് 2 ടെർമിനൽ കണക്ട് ചെയ്യണം, ഔട്ട്പുട്ടിലേക്ക് 2 ടെർമിനൽ കണക്ട് ചെയ്യണം. പക്ഷേ ട്രാൻസിസ്റ്ററിന് എത്ര ടെർമിനൽസേ ഉള്ളൂ? ആകെ 3 ടെർമിനലേ ഉള്ളൂ. മനസ്സിലായോ? നമുക്കറിയാം സാധാരണ നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഇൻപുട്ടിലേക്ക് നമ്മൾ 2 വയേഴ്സ് കണക്ട് ചെയ്യും, ഔട്ട്പുട്ടിലേക്കും 2 വയേഴ്സ് കണക്ട് ചെയ്യും. അപ്പോൾ മൊത്തം എത്ര വയർ വേണം? 4 വയർ വേണ്ടേ? കാരണം ഇൻപുട്ടിലേക്ക് ഒരു കണക്ഷൻ, ഔട്ട്പുട്ടിലേക്ക് ഒരു കണക്ഷൻ, ദാറ്റ് മീൻസ് മൊത്തം എത്ര വയർ വേണം? അല്ലെങ്കിൽ എത്ര ടെർമിനൽസ് വേണം? എടാ 4 ടെർമിനൽസ് യൂഷ്വലി വേണ്ടേ? പക്ഷേ ട്രാൻസിസ്റ്ററിന് ആകെ എത്ര ടെർമിനൽസേ ഉള്ളൂ? 3 ടെർമിനൽ അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ടെർമിനൽ നമ്മൾ എപ്പോഴും എന്താക്കിയെടുക്കും? കോമൺ ആക്കി എടുക്കും. അപ്പോൾ one terminal is common for both input and output. അപ്പോൾ ഒരു ടെർമിനൽ നമ്മൾ എപ്പോഴും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എന്താക്കിയെടുക്കും? കോമൺ ആക്കിയെടുക്കും. അപ്പോൾ ഒരു ടെർമിനൽ എപ്പോഴും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എന്തായിരിക്കും? കോമൺ ആക്കിയെടുക്കും. ക്ലിയർ ആണോ? അതിന് കാരണം എന്താണ്? നമുക്ക് സാധാരണ ഇൻപുട്ടിലേക്ക് 2 ടെർമിനൽസ് കണക്ട് ചെയ്യണം, ഔട്ട്പുട്ടിലേക്കും 2 ടെർമിനൽസ് വേണം. പക്ഷേ ട്രാൻസിസ്റ്ററിന് ആകെ എത്ര ടെർമിനലേ ഉള്ളൂ? 3 ടെർമിനൽസേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഒരു ടെർമിനൽ നമ്മൾ എപ്പോഴും എന്താക്കിയെടുക്കും? കോമൺ ആക്കിയെടുക്കും. ഒന്നുകിൽ ബേസ് അല്ലെങ്കിൽ എമിറ്റർ, ഇത് ഏതെങ്കിലും ഒന്ന് എന്താക്കിയെടുക്കും? ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വരും അല്ലേ? അത് നമ്മൾ ഇനി പറയും, കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ, കോമൺ ബേസ് എന്നൊക്കെ പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു ടെർമിനൽ നമ്മൾ എന്താക്കിയെടുക്കണം എപ്പോഴും? one terminal is common for both input and output. അപ്പോഴേ നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം 4 ടെർമിനൽസ് വേണം. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഈ എമിറ്റർ ആക്ടിവേഷൻ മോഡ് എന്ന് പറയുന്നത്, ഈ ട്രാൻസിസ്റ്ററിന്റെ ആക്ടിവേഷൻ എപ്പോഴാണ് നമ്മൾ ആക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞു വെച്ചാൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിൽ വയ്ക്കുക. അതേപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും. അങ്ങനെയാണ് നമ്മൾ സാധാരണ വർക്കിംഗ്. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ടെർമിനൽ എന്തായാലും കോമൺ ആണ് അല്ലെ? ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒരു ടെർമിനൽ കോമൺ. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ത് ചെയ്യണം? ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യണം. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് അല്ലേ? അപ്പോൾ ഇതാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ എങ്ങനെ കണക്ട് ചെയ്യണം? ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുക. കളക്ടർ ബേസ് ജംഗ്ഷനോ? കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലും കണക്ട് ചെയ്യുക. അപ്പോഴാണ് ആക്ടിവേഷൻ മോഡ് എന്ന് പറയുക. കാരണം പല വിധത്തിൽ നമുക്ക് കണക്ട് ചെയ്തൂടെ? അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ആക്ടിവേഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമിറ്റർ ബേസ്, കാരണം ബേസ് കോമൺ ആയിട്ട് എടുത്തു ഇൻപുട്ടിനും ഔട്ട്പുട്ടിനൊക്കെ ആയിട്ട്. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. അത് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ ഏത് ട്രാൻസിസ്റ്റർ ആണെങ്കിലും എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ്. ഇത് റിവേഴ്സ് ബയാസിൽ, ഇത് ഫോർവേഡ്. അത് നമ്മൾ ടെർമിനൽസ് നോക്കി അടുത്ത വർക്കിങ്ങിൽ കണക്ട് ചെയ്യും. മനസ്സിലായോ? ഇതാണ് ബേസിക് ആയിട്ട് ആരെ കുറിച്ചുള്ള ഐഡിയാസ്? ട്രാൻസിസ്റ്ററിനെ കുറിച്ചുള്ള ഐഡിയാസ്. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക. നമ്മൾ ട്രാൻസിസ്റ്റർ ആയി എന്ന് പറഞ്ഞത് അല്ലേ? 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്, NPN-ഉം PNP. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് വർക്കിംഗ് ഓഫ് NPN ട്രാൻസിസ്റ്റർ. വർക്കിംഗ് ഓഫ് NPN ട്രാൻസിസ്റ്റർ അല്ലേ? അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏത് ട്രാൻസിസ്റ്റർ ആണെങ്കിലും എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്തായിരിക്കണം? ഫോർവേഡ് ബയാസ്ഡ് അല്ലേ? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്.
അല്ലേ? അതേപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷനോ റിവേഴ്സ് ബയാസ്ഡ്. അല്ല, അതാണ് നമ്മുടെ ആക്ടിവേഷൻ മോഡ് എന്ന് പറയാം. കളക്ടർ ബേസ് ജംഗ്ഷൻ RB റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് വർക്കിംഗ് ഓഫ് NPN ട്രാൻസിസ്റ്റർ. അപ്പോൾ ആദ്യം ഞാൻ ട്രാൻസിസ്റ്റർ വരയ്ക്കാം. NPN ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് N, ഇതാണ് P, ഇതാണ് എഗെയിൻ N ടൈപ്പ് PN അല്ലേ? അപ്പോൾ അതാണ് NPN ട്രാൻസിസ്റ്റർ. 3 ടെർമിനൽസ് ഉണ്ടാവും അല്ലേ? 3 ടെർമിനൽസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇത് എമിറ്റർ, ശരിയല്ലേ? ഇത് എമിറ്റർ, ഇത് ബേസ് ആണ്. ഇത് ബേസ്, ഇത് കളക്ടർ, ശരിയല്ലേ? എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ വർക്കിംഗ് ഓഫ് NPN ട്രാൻസിസ്റ്റർ. നമുക്കറിയാം എന്നിൽ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? എന്നിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. പിന്നെ അത് ഹൈലി ഡോപ്ഡ് ആയിരിക്കും. എമിറ്റർ ഹൈലി ഡോപ്ഡ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? ഹൈലി ഡോപ്ഡ് ആണ്. സോ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ N റീജിയൻ ഹൈലി എമിറ്റർ ആണ്, ഹൈലി ഡോപ്ഡ്. N എന്നാൽ ഇലക്ട്രോൺസ് അല്ലേ? ഇനി P നമുക്കറിയാം എന്താണ്? P എന്ന് പറഞ്ഞാൽ P റീജിയൻ ഹോള്, പക്ഷെ അത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ ഹോളിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും അല്ലേ? കാരണം അത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, ഹോൾസ് ആണ് P റീജിയൻ ഉണ്ടാവുക. ഇനി ഇവിടെ എന്താണ്? കളക്ടർ. കളക്ടറിലും എന്താണ്? N തന്നെ ഉണ്ടാവുക, പക്ഷെ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ ഇത്ര എണ്ണം ഉണ്ടാവില്ല, മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ് അല്ലേ? മോഡറേറ്റ്ലി ഡോപ്ഡ്. അപ്പോൾ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ അത്യാവശ്യം എന്തുണ്ടാവും? എമിറ്ററിൻ്റെ അത്ര ഉണ്ടാവില്ല, പക്ഷെ കളക്ടറിൽ അത്യാവശ്യം ഇലക്ട്രോൺസ് ഉണ്ടാവും. ക്ലിയർ? മനസ്സിലായോ? നമ്മൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മാത്രമേ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെയുള്ള മൈനോറിറ്റീസ് ഒന്നും ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, ഓൺലി മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഓക്കെ, അപ്പോൾ NPN, എന്നിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? കാരണം ഹൈലി ഡോപ്ഡ് ആണ്. ഇവിടെ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, P ആയതുകൊണ്ട് വളരെ കുറഞ്ഞ നമ്പർ ഓഫ് ഹോൾസ് ഉണ്ട്. പിന്നെ ഇത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്, അപ്പോൾ ഇതിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ശരിയല്ലേ? അപ്പോൾ ഇതാണ് NPN ട്രാൻസിസ്റ്റർ. ഇതാണ് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. ഇനി നമുക്കറിയാം എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? P ആരുമായിട്ട് കണക്ട് ചെയ്യണം? എടാ, ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ P പോസിറ്റീവ്, N നെഗറ്റീവ്, അതല്ലേ ഫോർവേഡ് ബയാസ്ഡ്? ആ ഫോർവേഡ് ബയാസ്ഡ് ആണെന്ന് എങ്ങനെ അറിയാം? അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ആ ഫോർവേഡ് ബയാസ്ഡ് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുക? P പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ? N നെഗറ്റീവ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ P ആരുമായിട്ട് കണക്ട് ചെയ്യണം? P എന്ന് പറയുന്നത് ബേസ് ആണ്, പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം, N നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെയല്ലേ ഒരു കണക്ഷൻ? ശരിയാണോ? എടാ, ക്ലിയർ ആണോ? അപ്പോൾ ശ്രദ്ധിക്കുക, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്. ഫോർവേഡ് ബയാസ്ഡ് എങ്ങനെ നോക്കുക? P പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, N നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയില്ലേ? ഓക്കെ, ഇയാളെ നമ്മൾ സാധനം VEE എന്ന് പറയാം. ഈ വോൾട്ടേജ് നമ്മൾ ഒരു പേര് കൊടുത്തു എന്ന് മാത്രം, കാരണം എമിറ്റർ ആണ്, ഇവിടെ ബേസ് കോമൺ ആയിട്ട് വരും. അപ്പോൾ അത് കാരണം എമിറ്റർ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഈ വോൾട്ടേജ് ഞാൻ എന്ത് കൊടുത്തു? VEE, ശരിയല്ലേ? അപ്പോൾ ഇത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് അല്ലേ? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്. ക്ലിയർ? ഇനി അടുത്തത് പറയും കളക്ടർ ബേസ് ജംഗ്ഷൻ എന്തായിരിക്കണം? ഇതാണ് കളക്ടർ ബേസ്, കാരണം ബേസ് കോമൺ ആണ്, 3 ടെർമിനലുകളും. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? N പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം, P നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം, അപ്പോഴല്ലേ റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ P എന്ത് ചെയ്യണം? നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം, N പോസിറ്റീവ്. അപ്പോൾ ഇവിടെ എന്താ വരിക? എഗെയിൻ ഇവിടുന്ന് കണക്ഷൻ പോയി എന്ത് ചെയ്യണം? P നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യും, അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. ക്ലിയർ ആണോ കണക്ഷൻ? എടാ, കണക്ഷൻ മനസ്സിലായോ? അപ്പോൾ ആദ്യം കണക്ഷൻ മനസ്സിലാക്കുക. ഈ വോൾട്ടേജ് ഞാൻ VCC കൊടുത്തു, ഞാൻ പറഞ്ഞു ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലേ? കാരണം ബേസ് കോമൺ ആണ്. അപ്പോൾ ഈ വോൾട്ടേജ് ഞാൻ VEE കൊടുത്തു, ഈ വോൾട്ടേജ് ഞാൻ എന്ത് കൊടുത്തു? VCC. ക്ലിയർ ആണല്ലോ? അപ്പോൾ P നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തു, N പോസിറ്റീവ്. അപ്പോൾ VCC എന്തിനാണ്? ഇപ്പോൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും,
VBB എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആണ്, ശരിയല്ലേ? VEE പ്രൊവൈഡ് ഫോർവേഡ് ബയാസ്ഡ്, ക്ലിയർ അല്ലേ? അതേപോലെ VCC റിവേഴ്സ് ബയാസ്ഡ്, VCC റിവേഴ്സ് ബയാസ്ഡ്, ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് അല്ലേ? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്, ക്ലിയർ? ഓക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇയാളെ വർക്കിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കുക. എടാ ഇതെന്താണ് സംഭവം? ഇത് ശരിക്കും നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ശരിയല്ലേ? എടാ ഇയാൾ നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിനൊക്കെ എന്ത് ചെയ്യും? എടാ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? ഇതും നെഗറ്റീവ്. അപ്പോൾ ഈ ടെർമിനൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിക്ക് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? റിപ്പൽ അല്ലേ ചെയ്യുക. കാരണം എടാ ഇലക്ട്രോണിൻ്റെ സൈൻ നെഗറ്റീവ്, ഈ ടെർമിനലും നെഗറ്റീവ്. അപ്പോൾ ഈ നെഗറ്റീവ് എന്ത് ചെയ്യും? ഇയാളങ്ങോട്ട് അട്രാക്ട് ചെയ്യോ? ഇല്ല. നെഗറ്റീവിനെ റിപ്പൽ അല്ലേ ചെയ്യുക. അപ്പം ഈ VE എന്ത് ചെയ്യും? ഈ എമിറ്ററിലുള്ള ഇലക്ട്രോൺസിനൊക്കെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് നീങ്ങാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് എമിറ്റർ കറണ്ട് കിട്ടുക അല്ലേ? കാരണം ഈ ഇലക്ട്രോൺസ് ഒക്കെ നീങ്ങാൻ തുടങ്ങി. നീങ്ങാനുള്ള കാരണം എന്താണ്? ഈ VEന്റെ എഫക്റ്റ് കാരണം. അപ്പോൾ ഈ VE എന്ത് ചെയ്യും? എഫക്റ്റ് ഓഫ് VE റിപ്പൽ ഇലക്ട്രോൺസ്. സോ ദ ഇലക്ട്രോൺ സ്റ്റാർട്ട് മൂവിങ് ടുവേർഡ്സ് ബേസ്, കോൺസ്റ്റിറ്റ്യൂട്ട് എമിറ്റർ കറണ്ട്, ക്ലിയർ ആണോ? കാരണം ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഒക്കെ ബേസിലേക്ക് നീങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ ഇവിടുന്ന് നീങ്ങിയാൽ കറണ്ട് കിട്ടും. അത് എമിറ്ററിൽ നിന്ന് നീങ്ങുന്നതുകൊണ്ട് എമിറ്റർ കറണ്ട്, ക്ലിയർ ആണോ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഡ്യൂ ടു VEE അല്ല, ഡ്യൂ ടു VEE ഇറ്റ് റിപ്പൽ ഇലക്ട്രോൺസ് ഇൻ എമിറ്റർ അല്ല. കാരണം റിപ്പൽ ചെയ്യാനുള്ള കാരണം മനസ്സിലായല്ലോ. കാരണം ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. സോ ഡ്യൂ ടു VE ഇറ്റ് റിപ്പൽ ഇലക്ട്രോൺസ് ഇൻ എമിറ്റർ, സോ ഇറ്റ് moves towards base, result in emitter current, IE, ക്ലിയർ ആണോ? അപ്പോൾ IE എന്നുള്ളൊരു എമിറ്റർ കറണ്ട് നമുക്ക് കിട്ടി, ക്ലിയർ ആണോ? കാരണം ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലെ? ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി, ശരിയല്ലേ? ഇലക്ട്രോൺ സ്റ്റാർട്ട് മൂവിങ് ടുവേർഡ്സ് ബേസ്, റിസൾട്ട് ഇൻ എമിറ്റർ കറണ്ട്, ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. ഇപ്പം ഈ ഇലക്ട്രോൺസ് ഒക്കെ എവിടെ എത്തി? ഈ ഇലക്ട്രോൺസ് ഒക്കെ ബേസിലെത്തി. പക്ഷെ ബേസ് വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആണ് അല്ലേ? ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു 100 ഇലക്ട്രോൺസ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. 100 ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ 100 ഇലക്ട്രോൺസ് ഇവിടെ എത്തിയാൽ ഇവിടെ 100 ഹോൾസ് ഉണ്ടെങ്കിലല്ലേ റീകമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഹോൾസിൻ്റെ എണ്ണം വളരെ വളരെ കുറവാണ്, ലെസ് ദാൻ. ഇപ്പം ദാറ്റ് മീൻസ് 95%, 100% ഇവിടെ എത്തിയാൽ ചിലപ്പോൾ 5% എന്ത് ചെയ്യുള്ളൂ? ഈ ബേസുമായിട്ട് എന്ത് ചെയ്യുള്ളൂ? റീകമ്പൈൻ ചെയ്യുള്ളൂ. ബാക്കി 95% എങ്ങോട്ട് പോകും? കളക്ടറിലേക്ക് പോകും. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക. 100% ഇലക്ട്രോൺ ഇവിടെ എത്തിയിരിക്കുക. ആ ഇലക്ട്രോണിലെ 100% ഇലക്ട്രോൺസും ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഹോൾ എന്താണ്? ഈ ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ ഒരു 5 ഹോൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 100 ഇലക്ട്രോൺസ് വന്നാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 100 ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്ന വിചാരിക്കുക. അതിലൊരു 5 ഇലക്ട്രോൺ ഇവിടുത്തെ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ബാക്കി 95 ആളും എങ്ങോട്ട് പോകും? കളക്ടറിലേക്ക് പോകും. മനസ്സിലായോ? അപ്പോഴാണ് എന്ത് സംഭവിക്കുക? ബേസ് കറണ്ടും കളക്ടർ കറണ്ടും കിട്ടുക. മനസ്സിലായോ? കാരണം വളരെ കുറച്ചായിരിക്കും ബേസ് കറണ്ട്. കാരണം ബേസ് എന്താണ്? ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക. Base is lightly doped, so a very few electrons എന്താണ്? ലെസ് ദാൻ 5% ആണ്. ലെസ് ദാൻ 5%. വെരി ഫ്യൂ ഇലക്ട്രോൺസ്, ലെസ് ദാൻ 5% recombine with hole in base, result base current IB. അങ്ങനെ ഉണ്ടാവുന്ന കറണ്ട് ആണ് ആര്? ബേസ് കറണ്ട് IB അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ സിംപ്ലി പറഞ്ഞാൽ 100 ഫ്രീ ഇലക്ട്രോൺസ് എമിറ്ററിന് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അതിലൊരു 95 ആൾക്കാർക്കും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. 5 ആളുകൾ മാത്രം ഈ ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യും.
അപ്പം ഉണ്ടാവുന്ന കറണ്ട് ആണെന്ത് ബേസ് കറണ്ട്. കാരണം 5% മാത്രം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ലൈറ്റ്ലി ഡ്രോപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ അടുത്ത എന്താ, അപ്പോൾ ബേസ് കറണ്ട് കിട്ടി IB. അപ്പോൾ റിസൾട്ട് ഇൻ ബേസ് കറണ്ട് IB. ക്ലിയർ ആണോ? ഇനി അടുത്ത പോയിന്റ് എന്താണ്, ബാക്കി എത്ര ഉണ്ട്, ബാക്കി 95% ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും, കളക്ടർ റീജിയനിലേക്ക് പോകും അല്ലെ, കളക്ടർ റീജിയനിലേക്ക് പോകും. കളക്ടറിലും ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ ഒരു റിപ്പൽ ചെയ്തിട്ട് ഇതൊക്കെ ഈ പ്ലസ്സിലേക്ക് നീങ്ങും അല്ലേ. കാരണം ഈ 95% ഇലക്ട്രോൺസും കളക്ടറിലെത്തി. ആ കളക്ടർ എന്ത് ചെയ്യും, ഇവിടേക്ക് ഇലക്ട്രോൺസിന് വരെ റിപ്പൽ ചെയ്തിട്ട് അവസാനം അത് പ്ലസ്സിലേക്ക് നീങ്ങും. അപ്പോൾ കളക്ടർ കറണ്ടും കിട്ടും അല്ലേ. അപ്പോൾ എന്താണ് 95% ഇലക്ട്രോൺസ് റീച്ച് collector. 95% of electrons reach collector due to VCC effect. Due to VCC effect result in collector current. Result in collector current IC. എടാ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ VEEന്റെ ടെർമിനൽ നെഗറ്റീവ്, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിലേക്ക് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഉണ്ടാവുന്ന കറണ്ടാണ് എമിറ്റർ കറണ്ട്, അതാണ് IE. പക്ഷെ എന്ത് സംഭവിക്കും, ഈ എല്ലാ ഇലക്ട്രോൺസും ബേസിൽ റീകമ്പൈൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ബേസിൽ ഹോൾസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ 5 ലെസ് ദാൻ 5% ഹോൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോഴുള്ള കറണ്ടാണ് ബേസ് കറണ്ട്. റിമൈനിങ് 95% എവിടെ എത്തും, കളക്ടറിലെത്തും. റിമൈനിങ് 95% കളക്ടറിലെത്തിയിട്ട് ആ കളക്ടറിൻ്റെ ചാർജ് എന്ന നെഗറ്റീവ്, ഈ നെഗറ്റീവിൻ്റെയൊക്കെ പ്ലസ് VCCയുടെ പ്ലസ് അട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കറണ്ടും കിട്ടും, IC കിട്ടും, IC കറണ്ടും കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് എപ്പോഴും എന്തായിരിക്കും, ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, എമിറ്റർ കറണ്ട് ഈക്വൽ ടു ആരായി, എടാ എമിറ്റർ കറണ്ട് 100 ഇലക്ട്രോൺസ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു, അതാണ് എമിറ്റർ കറണ്ട്. പക്ഷെ അതിൽ 5 ഇലക്ട്രോൺ എവിടെ പോയി, ബേസിൽ പോയി. ബാക്കി 95 എവിടെ പോയി, കളക്ടറിൽ. അപ്പോൾ എമിറ്റർ കറണ്ട് ആർക്ക് തുല്യമാണ്, ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. ശരിയല്ലേ, ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. മാത്തമാറ്റിക്കലി നമുക്ക് എന്താ എഴുതാം, IE ഈസ് ഓൾവേസ് ഈക്വൽ എന്ത് വരും, IB പ്ലസ് IC. പക്ഷെ നമുക്കറിയാം IC വെരി വെരി ഗ്രേറ്റർ ദാൻ IB ആയിരിക്കും. IC വെരി വെരി ഗ്രേറ്റർ ദാൻ IB ആയിരിക്കും. കാരണം എന്താണ്, എടാ ഇതൊരു 5 മൊത്തം 100 ആംപിയർ ഉണ്ട് എന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, മൊത്തം 100 ആംപിയർ ഉണ്ടെങ്കിൽ ഇവിടെ വെറും 5 ആംപിയർ ഉള്ളൂ, 95 ആംപിയർ ഇവിടെയുള്ളത്. ശരിയല്ലേ? അപ്പോൾ I എന്ന് പറയുന്നത് IB പ്ലസ് IC ആണ് അല്ലെ. 100 ആംപിയർ കിട്ടണമെങ്കിൽ ദിസ് പ്ലസ് ദിസ്. പക്ഷേ IB ബേസ് കറണ്ട് വളരെ വളരെ സ്മോൾ ആയിരിക്കും, വേണമെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ IC വെരി വെരി ഗ്രേറ്റർ ദാൻ IB. ഇതാണ് വർക്കിംഗ് ഓഫ് ഏത് ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ. ക്ലിയർ ആണോ? എടാ ഒന്നുകൂടി ആ കറണ്ടിന്റെ ഡയറക്ഷൻ ഞാൻ റെപ്രസെന്റ് ചെയ്യാം. VEE ഉണ്ടാക്കുന്ന കറണ്ട് ആരാണ്, IE. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, IEന്റെ ഡയറക്ഷൻ എവിടെ, കറണ്ട് എപ്പോഴും പ്ലസ് എന്നല്ല സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മൂവ് നോക്കി ഇരിക്കരുത്. കാരണം ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോഴാണ് കറണ്ട് കിട്ടുക. പക്ഷേ ഇലക്ട്രോണിന്റെ മോഷനല്ല നമ്മൾ കറണ്ട് ഡയറക്ഷൻ എടുക്കുക. കറണ്ട് ഡയറക്ഷൻ എന്താണ്, കൺവെൻഷണൽ കറണ്ട് ഡയറക്ഷൻ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കല്ല നമ്മൾ എടുക്കാറ്. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് നോക്കിയിട്ട് കറണ്ട് വരയ്ക്കാൻ പാടില്ല, കാരണം രണ്ടും റിവേഴ്സ് ആണ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ടാണ് IE. സംശയമുണ്ടോ? എടാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട്, കാരണം VE കാരണം കിട്ടിയ കറണ്ട് അല്ല IE. അത് പ്ലസ് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മൈനസിലേക്ക് തിരിച്ചെത്തണം. മനസ്സിലാവുന്നുണ്ടോ? എടാ പ്ലസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, മൈനസിൽ തിരിച്ചെത്തണം അല്ലേ. അങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ നോക്കുക. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് മറന്നേക്കൂ. സംഭവം മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, പ്ലസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു IE എമിറ്റർ, തിരിച്ച് മൈനസിലെത്തും, IE ഇവിടെ എത്തി. ക്ലിയർ അല്ലേ? അപ്പോൾ IEന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടേക്കാണ്, IE directed from plus VE to minus VE. ശരിയല്ലേ? അതാണ് എമിറ്റർ കറണ്ട് ഡയറക്ഷൻ, ഡയറക്റ്റഡ് ഫ്രം പ്ലസ് VE to മൈനസ് VE. ക്ലിയർ ആണോ? ഓക്കെ. ഇനി പറ VCCയുടെ ഡയറക്ഷൻ പറ, ICയുടെ ഡയറക്ഷൻ പറയും. IC എന്താ ചെയ്യുക, VCC കാരണമല്ല IC. എടാ VCCയുടെ എഫക്റ്റ് കാരണമല്ല ICയുടെ ഡയറക്ഷൻ പറയും. ഇതും പ്ലസ് എന്ന് തുടങ്ങണം. അപ്പോൾ ഇതാണ് IC, തിരിച്ച് ഇവിടെ എത്തണം, ഇതാണ് IC. ശരിയാണോ? കാരണം VCCയുടെ എഫക്റ്റ് കാരണമാണ് ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് വന്നത്. കാരണം ഇത് പ്ലസ് ആണ്, അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് വരും.
ഇയാൾ റിപ്പൽ ചെയ്ത ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ഐ സി ആണ്, കളക്ടർ കറണ്ട് ആണ്. അപ്പോൾ വി സി സി ഇത് പ്ലസ് ഇത് മൈനസ് അല്ലേ. അപ്പോൾ വി സി സിന്റെ ഐ സിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്? ഐ സി ഡയറക്റ്റഡ് ഫ്രം പ്ലസ് വി സി സി ടു മൈനസ് വി സി സി. ശരിയല്ലേ? പ്ലസ് വി സി സി ടു മൈനസ് വി സി സി രണ്ടും ക്ലിയർ അല്ലേ? ഇനി ഒരു കറണ്ടും കൂടി. ഏതാണ് ആ കറണ്ട്? ബേസ്. അത് നമ്മൾ എങ്ങനെ നോക്കുക? ഇവിടെ ബേസ് നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ജംഗ്ഷൻ റൂൾ. അവിടെ ഐ ഇസ് ഈക്വൽ ഐ ബി പ്ലസ് ഐ സി അല്ലേ. അപ്പൊ ഇൻകമിങ് കറണ്ട് സി ഈക്വൽ ടു എന്താണ്? ഔട്ട് ഗോയിങ് കറണ്ട് അല്ലേ. ഇൻകമിങ് കറണ്ട് സി ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. കാരണം എന്താണ്? ഐ ഇ ഇസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ ഇ. അപ്പൊ ഐ ഇവിടെ എത്തി, ഇവിടെ എത്തുമ്പോൾ സ്പ്ലിറ്റ് ആവും. ഐ സി ഇങ്ങോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും ഐ ബി ഇങ്ങോട്ടാണ് പോകുക. മനസ്സിലാവുന്നുണ്ടോ? എടാ ഇപ്പൊ നോക്ക്, ജംഗ്ഷൻ റൂൾ നോക്ക്. ഇൻകമിങ് കറണ്ട് ഐ ഇ, ഔട്ട് ഗോയിങ് ഐ ബി പ്ലസ് ഐ സി. ക്ലിയർ ആണോ? എടാ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പൊ ഐ ബി എന്താണ്? ഐ ബി എവിടുന്നാ ഡയറക്റ്റ് ചെയ്യുക? ഡയറക്റ്റഡ് ഫ്രം വി ആണ് അല്ലെ. വി എന്നല്ലേ ഒരു ഐ ബി ഡയറക്റ്റഡ് ഫ്രം പ്ലസ് വി ബി വി ഇ അല്ല. കാരണം വിന്റെ എഫക്റ്റ് കാരണമാണ്. കാരണം ഇത് നെഗറ്റീവാണ് അല്ല. ഇത് നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ് എന്നല്ലേ വരിക. ആ പോസിറ്റീവ് എന്ന് ആരെ എഫക്റ്റ് ആണ്? വിന്റെ എഫക്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇൻകമിങ് സീക്വൽ ഔട്ട് ഗോയിങ് അല്ലെ. ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഇൻകമിങ് കറണ്ട് സീക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് അല്ലെ. ഐ ആണ് ഇൻകമിങ്, ഐ സി പ്ലസ് ഐ ബി. അതല്ല നമുക്ക് കിട്ടിയത്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? എടാ മനസ്സിലായോ? അപ്പോൾ ഇതാണ് വർക്കിംഗ് ഓഫ് ഏത് ട്രാൻസിസ്റ്റർ? എൻ പി എൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും സംശയം വരാം. എന്താണ് സംശയം? ഇവിടുന്ന് 100 ഇപ്പം ഈ പ്ലസ് ഈ മൈനസിന്റെ എഫക്റ്റ് കാരണം ഇവിടുന്ന് ഒരു 100 ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്തില്ലേ? 100 ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്തിൽ 5 അവിടെ ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകില്ലേന്ന് അങ്ങനെ സംശയം തോന്നാം. ശരിയല്ലേ? കാരണം 100 ഇലക്ട്രോൺസ് ഇവിടുന്ന് ഈ മൈനസ് റിപ്പൽ ചെയ്തു. അതിൽ 95 ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. ശരിയാണ്. ആ 95 വീണ്ടും എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ 100 ഉണ്ടെങ്കിൽ, ഇതാണ് ആ കോൺസെപ്റ്റ്. ഇവിടെ 100 ഉണ്ടെങ്കിൽ അതിൽ 5 ഇവിടെ വന്നു, 95 ഇവിടെ പോയി അല്ലേ. ആ 95 എന്ത് ചെയ്തു? ഈ നെഗറ്റീവ് എന്ത് ചെയ്തു? പ്ലസിലേക്ക് പോയി അല്ലെ. നെഗറ്റീവ് ഇലക്ട്രോൺ പ്ലസിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ട്. അതൊന്നും കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ. അപ്പോൾ എന്തായാലും 95 ഇലക്ട്രോൺ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, അത് കാരണം കിട്ടിയ കറണ്ടാണ് ഐ സി അല്ലേ. പിന്നെ 100 ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്തു, അത് കാരണം കിട്ടിയ കറണ്ടാണ് ഐ ഇ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു 5 ഇലക്ട്രോൺ ഇവിടെ റീകമ്പൈൻ ചെയ്തില്ല, അപ്പോൾ അത് ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെ ബേസ് കറണ്ട് ഉണ്ടായത്? ബേസ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം വെച്ചാൽ ക്യാൻസലായി പോവാന്ന് പറഞ്ഞാൽ 0 എന്നുള്ള അർത്ഥമല്ലല്ലോ, പ്ലസും മൈനസോടെ ഇല്ലേ. ഈ ഐ ബി കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 5 ഹോൾസ് ഇല്ലേ. ഓക്കെ, 5 ഇലക്ട്രോണും ഇല്ല, അവർ ചേർന്നു. അത് ശരിയാണ്, ചേർന്ന് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞാൽ ന്യൂട്രലൈസ് ആയി എന്നർത്ഥം. പക്ഷെ ന്യൂട്രലൈസ് ആയ എല്ലാം പോയി എന്നുള്ള അർത്ഥമില്ല. 5 ഹോളും അവിടെ ഉണ്ട്, 5 ഇലക്ട്രോണും അവിടെ ഉണ്ട് എന്നർത്ഥം. ആഡ് ചെയ്തപ്പോഴല്ലേ 0 കിട്ടിയത്. അപ്പോൾ അവിടെ 5 ഇലക്ട്രോണും 5 ഹോളും ഉണ്ട്. പക്ഷെ ഈ ഇലക്ട്രോണിക്ക് ആരെ അട്രാക്ട് ചെയ്യും? ഇലക്ട്രോണിന്റെ ചാർജ് ആരാ? നെഗറ്റീവ്. ആ 5 ആളെ ഇയാൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. മനസ്സിലായോ? കാരണം ഈ 5 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഈ 5 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ 5 ഇലക്ട്രോൺ ഇങ്ങനെ ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഐ ബി കറണ്ട് കിട്ടാനുള്ള കാരണം. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? അപ്പോൾ ഇത്രയുള്ള സംഭവം വർക്കിംഗ് ഓഫ് എൻ പി എൻ ട്രാൻസിസ്റ്റർ. എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ത് ചെയ്യുക? ഫോർവേഡ് ബയാസ്ഡ്. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. ഈ ബാറ്ററി വിഇ, ഈ ബാറ്ററി വി സി സി. വിഇ ഫോർവേഡ് ബയാസ്ഡ്, വി സി സി റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇലക്ട്രോണെ റിപ്പൽ ചെയ്യും. 100 ഇലക്ട്രോൺ റിപ്പൽ ചെയ്താൽ 5 ഇവിടെ വരും, 95 ഇവിടെ പോകും. ആ 95 ഇങ്ങോട്ട് വരും, അതാണ് ഐ സി. ഈ 100 ആണ് ഐ. പിന്നെ ഐ ബി ഉണ്ടാവും. അപ്പോൾ ഐ ഇ ഇസിക്കൽ ഐ ബി പ്ലസ് ഐ സി. അതിൽ ഐ സി എപ്പോഴും വെരി വെരി ഗ്രേറ്റർ ദാൻ ഐ ബി. ക്ലിയർ ആണോ? ഇവിടെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതാണ് വർക്കിംഗ് ഓഫ് എന്ത്? എൻ പി എൻ ട്രാൻസിസ്റ്റർ. ഇത് പഠിച്ചാൽ അടുത്ത എളുപ്പമാണ് വർക്കിംഗ് ഓഫ് പി എൻ പി ട്രാൻസിസ്റ്റർ അല്ലേ. അടുത്തത് വർക്കിംഗ് ഓഫ് പി എൻ പി ട്രാൻസിസ്റ്റർ. വർക്കിംഗ് ഓഫ് പി എൻ പി ട്രാൻസിസ്റ്റർ, അതും കോമൺ ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്താണ്? ഫോർവേഡ് ബയാസ്ഡ്. കളക്ടർ ബേസ് ജംഗ്ഷൻ ഏത് ട്രാൻസിസ്റ്റർ ആണെങ്കിലും റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ആദ്യം ഞാൻ ചിത്രം വരയ്ക്കാം. ഓക്കെ, സൈസൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇയാളെ സൈസ് മോഡറേറ്റ്, തിന്ന്, ഹൈ. ഓക്കെ,
അപ്പോൾ ഇത് പി എൻ പി ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത് പി, ഇത് എൻ, ഇത് പി അല്ലേ, പി എൻ പി ട്രാൻസിസ്റ്റർ അല്ലേ. 3 ടെർമിനൽസ് ഞാൻ വരച്ചു, 1 2 3 അല്ലേ, 1 2 3. ഇതാണ് എപ്പോഴും ആര്, ദിസ് ഈസ് എമിറ്റർ, ഇത് എമിറ്റർ, ഇതാരാണ്, ഇത് ബേസ്, ഇത് കളക്ടർ, ശരിയല്ലേ. പിയിൽ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഹോൾസ്. ഇത് ഹൈലി ഡോപ്ഡ് ആയിരിക്കും, അപ്പോൾ നന്നായിട്ട് ഹോൾസ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്, കാരണം ഇത് ഹൈലി ഡോപ്ഡ് ആണ്. നമ്മൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് നോക്കിയാൽ മതി. എമിറ്റർ ഹൈലി ഡോപ്ഡ്, പി ആയതുകൊണ്ട് ഹോൾസ്. ഇവിടെ ഇലക്ട്രോൺ പക്ഷെ ലൈറ്റ്ലി ഡോപ്ഡ് ആണ് അല്ലെ, ലൈറ്റ്ലി ഡോപ്ഡ് ആണ് ഇലക്ട്രോൺസ്, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ്, അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ കുറവ്. ഇത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. മോഡറേറ്റ്ലി എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര മതി. ഓക്കെ, മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ക്ലിയർ. അപ്പോൾ ഇതാണ് എൻ പി എൻ ട്രാൻസിസ്റ്റർ. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്. ഫോർവേഡ് ബയാസ് എന്നാൽ പി ആരുമായിട്ട് കണക്ട് ചെയ്യണം അല്ലെ, എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഇതാണ് എമിറ്റർ ബേസ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്. പി പോസിറ്റീവ്, പി പോസിറ്റീവ്, എൻ നെഗറ്റീവ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ സാധനം ഇങ്ങനെ കണക്ട് ചെയ്ത് പി ആരുമായിട്ട്, പോസിറ്റീവ്, എൻ നെഗറ്റീവുമായിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവും നെഗറ്റീവും. ക്ലിയർ? കൃത്യമായിട്ട് നോക്കുക. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്, പി പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു, എൻ നെഗറ്റീവിലേക്ക്. ക്ലിയർ? ഈ ബാറ്ററിക്ക് നമ്മൾ കൊടുക്കുന്ന പേരെന്താണ്, VEE അല്ലെ, VEE എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, അടുത്ത എന്താണ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ എൻ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം, എൻ പോസിറ്റീവ്, പി നെഗറ്റീവ്. അപ്പോൾ എൻ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക, പി നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇത് പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തു, ഇത് നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തു. ഇതാണ് ആര്, VCC. ഈ ബാറ്ററിക്ക് ഞാൻ VCC കൊടുത്തു. ഇപ്പോൾ നോക്ക്, പി നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തു, എൻ പോസിറ്റീവ്, അപ്പോൾ അത് റിവേഴ്സ് ബയാസ്ഡ് ആയി. ക്ലിയർ? അപ്പോൾ അത് VEE ഫോർവേഡ് ബയാസ്ഡ്, VCC റിവേഴ്സ് ബയാസ്ഡ്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ വർക്കിംഗ് എന്താണ്? ഇനി VEE എന്ത് ചെയ്യും അല്ലേ, VE ഇത് പ്ലസ് ആണ്, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഹോൾസിൻ്റെ ചാർജ് എന്താണ്, പ്ലസ്. എടീ ഹോൾസും പ്ലസ് അല്ലേ, അപ്പോൾ ഈ പ്ലസ്സിനൊക്കെ ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇയാൾ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഹോൾസൊക്കെ ഇങ്ങോട്ട് നീങ്ങാൻ തുടങ്ങൂലേ? ക്ലിയർ ആണോ? എളുപ്പമാണ്. ഇത് പ്ലസ്, ഇതും പ്ലസ്, അപ്പോൾ ഇതിലേക്ക് റിപ്പൽ. അപ്പോൾ എന്താണ്, ഡ്യൂ ടു VEE ഇറ്റ് റിപ്പൽ ഹോൾസ് അല്ലെ, ഡ്യൂ ടു VEE, VEന്റെ ഈ പ്ലസ് എന്ത് ചെയ്യും, ഹോൾസിനെ റിപ്പൽ ചെയ്യും. രണ്ടും പ്ലസ് ആണ്. VEE റിപ്പൽ ഹോൾസ് ഇൻ എമിറ്റർ അല്ലെ, എമിറ്ററുള്ള ഹോൾസിന്. സോ ഇറ്റ് മൂവ് ടുവേർഡ്സ് ബേസ്, റിസൾട്ട് ഇൻ എമിറ്റർ കറണ്ട്. അതാണ് IE. ക്ലിയർ ആണോ? അതാണ് IE. വേറെ മാറ്റമൊന്നുമില്ല, ഹോൾസ് ആണ് മൂവ് ചെയ്യുന്നത് മാത്രം അല്ലേ. അപ്പോൾ ഈ VE ഹോൾസിനെ റിപ്പൽ ചെയ്യും, ആ ഹോൾസ് ഒക്കെ നീങ്ങും, അപ്പോൾ നമുക്ക് എമിറ്റർ കറണ്ട് കിട്ടും, IE. ഇത് ഹോൾസ് കാരണമാണ് കിട്ടിയെന്ന് മാത്രം. കറണ്ടിന്റെ പേര് എമിറ്റർ കറണ്ട് തന്നെ, ഹോൾസ് കാരണം IE. ഓക്കെ, പക്ഷെ നമുക്കറിയാം ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്പ്, സോ എ ഫ്യൂ ഹോൾസ് അല്ലെ, ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്പ്, സോ എ ഫ്യൂ ഹോൾസ് ലെസ് ദാൻ 5% റീകമ്പൈൻ വിത്ത് ഇലക്ട്രോൺ. കാരണം അവിടെ ഉള്ളത് ഇലക്ട്രോൺ ആണ് അല്ലെ. അപ്പോൾ ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ എ ഫ്യൂ ഹോൾസ്, ഒരു 5 ഹോൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യും. നമുക്ക് എന്ത് കറണ്ട് കിട്ടും, ബേസ്, റിസൾട്ട് ഇൻ ബേസ് കറണ്ട് IB. ആ കറണ്ടിന് IB തന്നെയാണ്, പക്ഷെ അത് ആര് കാരണം, ഹോൾസ് കാരനാണെന്ന് മാത്രം അല്ലേ. അപ്പോൾ 100 ഹോൾസ് ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങി, അപ്പോൾ നമുക്ക് എമിറ്റർ കറണ്ട് കിട്ടി. അതിൽ 5 ഹോൾസ് ഇവിടുത്തെ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്തു, അപ്പോൾ നമുക്ക് ബേസ് കറണ്ട് കിട്ടി. ഇനി 95 എങ്ങോട്ട് പോകും, 95 തിരിച്ചെങ്ങോട്ട് പോകും, റിമൈനിങ് 95% അല്ലേ. 95% ഇലക്ട്രോൺസ് റീച്ച് എവിടെയാണ്, കളക്ടറിൽ അല്ലെ. റീച്ച് ഇലക്ട്രോൺ അല്ല, ഹോൾസ്. 95% ഹോൾസ് റീച്ച് കളക്ടർ ഡ്യൂ ടു ദ എഫക്റ്റ് ഓഫ് VCC. സൈഡ് നോക്ക്, നെഗറ്റീവ്, അപ്പോൾ ഈ ഹോളൊക്കെ ഇങ്ങോട്ട് നീങ്ങാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ 95% ഹോൾ റീച്ച് കളക്ടർ ഡ്യൂ ടു എഫക്റ്റ്, ഡ്യൂ ടു VCC എഫക്ട്. VCCന്റെ നെഗറ്റീവാണിത്, അപ്പോൾ ഈ ഹോള് പോസിറ്റീവാണ്, ഇയാൾക്കൊക്കെ ഇങ്ങോട്ട് ഈസി ആയിട്ട് വരാൻ പറ്റും. അപ്പോഴാണ് എന്ത് കറണ്ട് ഉണ്ടാവുക, കളക്ടർ കറണ്ട് IC. ക്ലിയർ അല്ലേ? 95% ഓഫ് ഹോൾസ് റീച്ച് കളക്ടർ ഡ്യൂ ടു VCC എഫക്ട്, റിസൾട്ട് ഇൻ കളക്ടർ കറണ്ട് IC. ഇപ്പോഴും എമിറ്റർ കറണ്ട് ആർക്ക് തുല്യമാണ്, 100 ഹോൾസ് മൂവ് ചെയ്തു, 5 ഹോൾ ഇവിടെ പോയി, 95 ഇവിടെ വന്നു. സോ എമിറ്റർ കറണ്ട് is equal to ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. IE is equal to IB പ്ലസ് IC. ഇതൊക്കെ സെയിം. അവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്തെന്ന് മാത്രം, ഇവിടെ ആര് മൂവ് ചെയ്തെന്ന് മാത്രം, ഹോൾസ്. സോ IE is equal to IB പ്ലസ് IC.
അപ്പോൾ ഐ സി വെരി വെരി ഗ്രേറ്റർ ദാൻ ഐ ബി. കാരണം 5 ഹോളെ ഇവിടെ വന്നിട്ട് കറണ്ട് ഉണ്ടാക്കുന്നുള്ളൂ, 95 ഹോൾ ഇവിടെ എത്തി. അപ്പോൾ ഐ സി വെരി വെരി ഗ്രേറ്റർ ദാൻ ഐ ബി. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ നോക്കാം. ഡയറക്ഷൻ നമ്മൾ എങ്ങനെ നോക്കുക? ഡയറക്ഷൻ നോക്കുമ്പോൾ സെയിം ഐ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാതെ വിഇഇ കാരണല്ലേ ഐ ഉണ്ടായത്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ? പ്ലസ് എന്ന്. ഇതാണ് ഐ ഇ. മൈനസിലേക്ക് തിരിച്ചെത്തും. ഇതാണ് ഐ ഇ. ക്ലിയർ അല്ലേ? മനസ്സിലായോ? കാരണം ഈ ഹോള് മൂവ് ചെയ്തപ്പോഴാണ് എമിറ്റർ കറണ്ട് കിട്ടിയത്. അതിന് കാരണം വി ആണ്. അപ്പൊ കറണ്ട് പ്ലസ് എന്ന് സ്റ്റാർട്ട്, കറണ്ട് ഡയറക്ഷൻ ഏതായാലും പ്ലസ് ടു മൈനസ്. പ്ലസ് എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഐ ഇ മൈനസിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ഐ ഇന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്? പ്ലസ് വി ടു മൈനസ് വി. അതൊക്കെ സെയിം തന്നെയാണ്. കറണ്ട് ഹോൾ ആയിക്കോട്ടെ ഇലക്ട്രോൺ ആയിക്കോട്ടെ കറണ്ട് ഡയറക്ഷൻ പ്ലസ് നിന്ന് മൈനസിലേക്കല്ലേ? ക്ലിയർ? ഐ ഇ ഡയറക്റ്റഡ് ഫ്രം പ്ലസ് വി ടു മൈനസ് വി. ഇനി ഐ സി പറയും. എടാ ഐ സി എന്ന് പറഞ്ഞാൽ ബി സി സി കാരണല്ല ഐ സി. ബി സി സിന്റെ പ്ലസ് എന്ന് ഐ സി. ബി സി സിന്റെ പ്ലസ് എന്ന് ഐ സി മൈനസിലേക്ക് തിരിച്ചെത്തും. ക്ലിയർ? ബി സി സിന്റെ പ്ലസ് എന്ന് ഐ സി മൈനസിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഐ സി ഡയറക്റ്റഡ് ഫ്രം പ്ലസ് വി സി സി ടു മൈനസ് വി സി സി. ഇനി പറ ഐ ബിയോ? അപ്പോൾ നമ്മൾ ഇൻകമിങ് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ ഐ ബി താഴേക്ക് വരണം. എടാ ഐ ബി താഴേക്ക് വരണ്ടേ? കാരണം എന്തുകൊണ്ടാ? ഇൻകമിങ് ഇസ് ഈക്വൽ ഔട്ട് ഗോയിങ്. ഐ ബി പ്ലസ് ഐ സി ആണ് ഐ ഇ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് ഈ ജംഗ്ഷനിലേക്ക് ഐ ബി വന്നു, ഐ സി വന്നു. ഐ സി പ്ലസ് ഐ ബി ആണ് ഐ സി. ഇൻകമിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. കാരണം ഇവിടെ ആരാണുള്ളത്? അടി ഹോൾസ്. ഈ ഹോൾസിന് ആരാണ് വിളിക്കുക? ഇങ്ങോട്ടേക്കല്ലേ വരിക? ഐ ബി താഴേക്കല്ലേ വരിക? ക്ലിയർ? അപ്പൊ എന്താ സംഭവിക്കുക? ഇൻകമിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. അപ്പൊ ഐ ഇ ഇസ് ഈക്വൽ ഐ ബി പ്ലസ് ഐ സി അല്ലേ? അപ്പൊ ഐ ബി എന്താണ്? ഡയറക്റ്റഡ് ഫ്രം പ്ലസ് വി ആണോ? പ്ലസ് വി സി സി അല്ലേ? പ്ലസ് വി സി സി. ക്ലിയർ? അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഐ ബിക്ക് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഇൻകമിങ് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ്. അതാണ് എളുപ്പം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ഐ ബിക്ക് എന്ത് ചെയ്താൽ മതി? ജംഗ്ഷൻ റൂള് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ? ക്ലിയർ ആണല്ലോ സംഭവം? അപ്പോൾ ഇവിടെയൊക്കെ ഹോൾസ് ആണ് മൂവ്മെന്റ്. കാരണം ഇവിടെയുള്ള 5 ഹോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ 5 ഹോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അല്ലെ? വി തന്നെ എഴുതാം. കാരണം ഇവിടെയുള്ള 5 ഹോള് ഇങ്ങോട്ട് വന്നു എന്നർത്ഥം, നെഗറ്റീവിലേക്ക്. കാരണം ഹോളിൽ ഇങ്ങോട്ട് പോകാൻ പറ്റുന്നത് പ്ലസ് ആണ്. അപ്പോൾ ഈ 5 ഹോൾ ഇങ്ങോട്ട് വന്നു. അതാണ് ഐ ബി. അല്ലെങ്കിൽ ജംഗ്ഷൻ റൂളാണ് എളുപ്പം. അപ്പോൾ ഐ ഇ സിഗർ ഐ ബി പ്ലസ് ഐ സി. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വർക്കിംഗ് ഓഫ് എൻ പി എൻ ട്രാൻസിസ്റ്ററും പി എൻ പി ട്രാൻസിസ്റ്ററും. അപ്പോൾ ട്രാൻസിസ്റ്ററുടെ വർക്കിംഗ് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ്. എൻ പി എല്ലിൽ ഇലക്ട്രോൺസ് കാരണമാണ് എല്ലാ കറണ്ടും കിട്ടുന്നത്, ഐ ഇ ഐ ബി ഐ സി. പക്ഷേ എന്താണ് പി എൻ പി ട്രാൻസിസ്റ്ററിൽ ഹോൾസ് കാരണമാണ് ഐ ഇ ഐ ബി ഐ സി. പക്ഷേ എപ്പോഴും എന്താണ് ഏത് ട്രാൻസിസ്റ്റർ ആണെങ്കിലും ഐ ഇ സിക്കൽ ആരായിരിക്കും? ഐ ബി പ്ലസ് ഐ സി. പക്ഷേ ഐ ബിയുടെ വാല്യൂ വെരി വെരി സ്മോൾ ആയിരിക്കും, ഐ സിയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ക്ലിയർ?